സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ജാലക്കാരി എന്ന് പറഞ്ഞ സോങ്ങിന്റെ ഡാൻസ് ട്യൂട്ടോറിയലാണ്. സോ ഈസിയാണ്, എല്ലാവരും ഫോളോ ചെയ്യുക, പതുക്കെ പതുക്കെ പഠിച്ച് പോവാ. സോ ഫുൾ വീഡിയോ കാണാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് എൻ്റെ ലെഫ്റ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് മൈ റൈറ്റ് സൈഡ്. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഗ് മാത്രം നോക്കാം. സോ ഫസ്റ്റ് എൻ്റെ റൈറ്റ് ലെഗ് നോക്കാം. റൈറ്റ് ലെഗ് ഞാൻ 2 ടാപ്പ് ചെയ്യാണ്, 1 2. ഓക്കെ, അതിൻ്റെ ഒപ്പം ലെഫ്റ്റ് ലെഗ് ഞാൻ ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യാണ്, 1 2. ഓക്കെ, ഇത് രണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 1 2. ഇത്രയും കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ ഹാൻഡ്സ് നോക്കാം. ഹാൻഡ്സ് നമ്മൾ പാട്ട് ജാലക്കാരി അങ്ങനെയാണല്ലോ. സോ ജാലക്കാരി മീൻസ് ലൈക്ക് മെജീഷ്യൻ. സോ മെജീഷ്യൻസിന്റെ ഒരു ഇതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പും അതുപോലെ ഏകദേശമാണ്. സോ നമ്മുടെ ഹാൻഡ്സ് ഇങ്ങനെ ആയിരിക്കും, 1 2. ഓക്കെ, 1 2. ഓക്കെ, ഇത് ലെഗും ഹാൻഡും ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2. ആ പാട്ട് എങ്ങനെയായിരിക്കും? ജാലക്ക. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചുമ്മാ നിങ്ങളുടെ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക, 1. ലെഫ്റ്റ് ലെഗ് തിരിച്ച് പ്ലേസ് ചെയ്യുക, 2. ഓക്കെ, ജസ്റ്റ് ഒരു ജമ്പ് ഫ്രണ്ടിലേക്ക്. സോ 1 2. ഓക്കെ, സോ ഇതിനൊപ്പം ഹാൻഡ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെല്ലം എന്നൊക്കെ കാണിക്കില്ലേ, ലൈക്ക് ചെല്ലം അങ്ങനെയൊക്കെ കാണിക്കുക. ആ ഒരു സാധനം ഇത് അതിന്റെ ഹാൻഡ്സ് അതിന്റെ ഒപ്പം വരണം. അപ്പൊ ലെഗ് റൈറ്റ് ലെഗ് ഇങ്ങനെ വെച്ച് ലെഫ്റ്റ് ലെഗ് തിരിച്ചു വെക്കുമ്പോൾ ഹാൻഡ്സും കൂടി ഒപ്പം വരണം. സോ ഇങ്ങനെ ഇരിക്കും, 1 2. ഓക്കെ, സോ ആദ്യം തുടങ്ങി ചെയ്യുമ്പോൾ 1 2 3 4. ജാലക്കാരി ജസ്റ്റ് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹിപ്പ് റൊട്ടേഷൻ, ഹിപ്പ് നമ്മൾ ചെയ്യണം. ഹിപ്പ് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ഹിപ്പ് 1, പിന്നെ റൈറ്റിലേക്ക് 2. ഓക്കെ, അത്രേ ഉള്ളൂ, 1 2. പിന്നെ ഹാൻഡ്സ് എങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹാൻഡ്സ് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ഹിപ്പ് പോകുമ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ഹിപ്പിലും പ്ലേസ് ചെയ്യണം. സോ 1, പിന്നെ തിരിച്ച് 2. ഓക്കെ, സോ 1 2. ഓക്കെ, അത്രയും കിട്ടിയില്ലേ? അപ്പൊ ഏറ്റായി തുടങ്ങി ഒന്നുകൂടി നോക്കാം. ഏറ്റായി തുടങ്ങി ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ കാരണം അപ്പൊ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. സോ ആദ്യം തുടങ്ങി നോക്കുമ്പോൾ റെഡി, 1 2 3 4. 1 2 3 1 2. ഓക്കെ, ഈ പൊസിഷനിൽ നിന്ന് നിങ്ങൾ റൈറ്റ് ലെഗ് ഇതുപോലെ ഹോപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ 1 2 3 4 അങ്ങനെ ഹോപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ ഹാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ റിസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കണം. സോ 1 2 3 4. ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് തുടങ്ങി നമ്മൾ ചെയ്ത് നോക്കി. റെഡി, 1 2 3 4. ജാലക്കാരി ജാലക്കാരി. ഇത്രയും കിട്ടി. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഈ പൊസിഷനിൽ നേരെ നിൽക്കുക. ഇനി റൈറ്റ് ലെഗ് ബാക്കോട്ടേക്ക് 1, ലെഫ്റ്റ് ലെഗ് ഇപ്പോൾ ഫ്രണ്ടിലായിരിക്കും, റൈറ്റ് ലെഗ് ബാക്കിലും. പിന്നെ നേരെ വരാം. ഇനി തിരിച്ച് റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ, ലെഫ്റ്റ് ലെഗ് ബാക്കിൽ. ഇത് ചെയ്യുമ്പോൾ ബോഡിക്ക് ഒരു ലീൻ കൊടുക്കണം. അതായത് നമ്മൾ റൈറ്റ് ലെഗ് ബാക്കോട്ടേക്ക് വരുമ്പോൾ 1 2 3 4 അങ്ങനെ ഒരു ബെൻഡിങ് കൊടുക്കണം. റൈറ്റ് ലെഗ് ബാക്കോട്ട് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ബെൻഡിങ്, റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റൈറ്റിലേക്ക് ഒരു ബെൻഡിങ് കൊടുക്കണം. ലൈക്ക് ദിസ്, 1 2 3 4. ഇത് കുറച്ച് സ്പീഡാണ്. സോ 1 2 3 4. ഇതിനൊപ്പം ഹാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാൻഡ് രണ്ടും ഇങ്ങനെ ആയിരിക്കും, 1 2 1 2 3 4. 3 4 എന്ന് ശ്രദ്ധിക്കണം. 3 4 രണ്ട് ഹാൻഡ് ബാക്കോട്ടേക്ക് പോയിട്ട് നേരെ പൊന്തിച്ച് ഇങ്ങനെ പൊസിഷനിലെത്തണം. സോ ചെയ്യുമ്പോൾ 1 2 3 4. ലെഗും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഇപ്പൊ എന്റെ ഹാൻഡ് ഇരിക്കുന്നത് കണ്ടോ? രണ്ടും ഇങ്ങനെ ഒരു കിളിയുടെ പോലെ ഇരിക്കണം. രണ്ടും ക്രോസ് ചെയ്തിട്ട് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഒരു കിളിയുടെ സ്റ്റെപ്പാണ്. അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനെ ആ പൊസിഷനിലെത്തിയത്. ഓക്കെ, ഈ പൊസിഷനിൽ നിന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ റൈറ്റ് ലെഗ് ജസ്റ്റ് ജമ്പ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ഇപ്പൊ പൊന്തിക്കും. ഓക്കെ, സോ 1 2 3 4 അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അതിനൊപ്പം നമ്മൾ ഹാൻഡ്സ് എങ്ങനെയാന്ന് വെച്ചാൽ 1 2 3 4. 1 2 3 4.
അപ്പോൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ബോഡി ബെൻഡ് ചെയ്യണം ഫ്രണ്ടിലേക്ക്. ഓക്കെ, സോ റൈറ്റ് സൈഡിലേക്ക്. സോ 1 2 3 4. ഓക്കെ, ഉള്ളം കൊത്തി ആ ഒരു പാട്ടിലാണ് കൊത്തി. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഉള്ളം കൊത്തി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഒരു സ്റ്റേജ് സ്റ്റെപ്പ് വേണമെങ്കിൽ ഇടാം. പക്ഷെ ചിലർ ചെയ്യുന്നത് ജസ്റ്റ് 1 2, അതായത് ഈ ലെഫ്റ്റ് ലെഗിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാണ്. ഇങ്ങനെ റൈറ്റ് ലെഗ് കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കും, അത് ലെഫ്റ്റ് ലെഗിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരും. സോ ലൈക്ക് ദിസ്. ഒരു ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് 1 2 3. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലെഗ് 2 പ്രാവശ്യം എടുത്ത് വയ്ക്കുക, 1 2. ലെഫ്റ്റ് ലെഗ് എടുത്ത് വയ്ക്കുക, 3 4. ഓക്കെ, ഹാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4. ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഇത് ഏതിന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്? ഇത് കഴിഞ്ഞിട്ട് 1 2 3 4. ഓക്കെ, എത്രയും കിട്ടിയില്ലേ? നേരത്തെ തുടങ്ങി ഒന്നുകൂടി ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കാം. 1 2 3 4. ജാലകാരി ജാലകാരി ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഇനി എന്ത് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പൊടി തട്ടി കളയണ പോലെ, നമ്മുടെ കാലുമ്പോൾ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ തട്ടി കളയണ പോലെ ഒരു സ്റ്റെപ്പാണ്. അതായത് 1 2. റൈറ്റ് ലെഗില് റൈറ്റ് ഹാൻഡ് കൊണ്ട് തട്ടാം, ലെഫ്റ്റ് ലെഗില് ലെഫ്റ്റ് ലെഗിന്റെ പൊടി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തട്ടാം. ഓക്കെ, അങ്ങനെ. സോ 1 2. അപ്പൊ ഇത് കഴിഞ്ഞാല് 1 2 1 2 3. 3യിൽ ഇങ്ങനെ വരണം. അതായത് 1 2 3. അതിന്റെ പൊസിഷൻ വെച്ചാൽ റൈറ്റ് ഹാൻഡ് ഈസ് ഫ്രണ്ടില്, ലെഫ്റ്റ് ഹാൻഡ് ബാക്കില്. ഇനി ഇവിടെ നിന്ന് ഒരു ലെഗ് ഇങ്ങനെ 1 2 3 4. അതാണ്, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം ഹാൻഡ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വരണം, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പോകണം. ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. 1 2 3 4. 1 2 3 4. ഓക്കെ, സോ ഇവിടെ നിന്ന് തുടങ്ങി ചെയ്യാം. 1 2 3 4. 1 2 3. 1 2 3 4. ഇനി സെയിം റിപ്പീറ്റ് 1 2. പക്ഷെ 3 റിപ്പീറ്റ് അല്ല. 3യിൽ ഇങ്ങനെ നിന്നിട്ട് ഉള്ളിലേക്ക് 2 കൈ, അതായത് റൈറ്റ് ഹാൻഡ് ഉള്ളിലേക്ക്, ലെഫ്റ്റ് ലെഗ് കൈ ഇങ്ങനെ പോകും. സോ ക്രോസ് 3 4. അപ്പൊ ആദ്യത്തിൽ നമ്മൾ ഹാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, രണ്ടാമത്തിലെ ഹാൻഡ് ഉള്ളിലേക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ തുടങ്ങി നോക്കാം. 1 2 3 4. 1 2 3 4. 1 2 3. 1 2 3. 1 2 3. 1 2 3. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത സോങ് എന്ന് പറഞ്ഞാൽ, അടുത്ത സോങ്ങിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അല പോലലയ, അങ്ങനെയാണ് സാർ. ഓക്കെ, അപ്പൊ അല എന്ന് പറയുമ്പോൾ തിരമാല. അപ്പൊ നമ്മൾ ഹാൻഡ് എന്താന്ന് വെച്ചാൽ 1 2 രണ്ടെണ്ണം 1 2. ഇതിനപ്പം ലെഗ് നമ്മൾ ഈ റൈറ്റ് ലെഗ് നമ്മൾ പൊന്തിച്ച് പിടിക്കണം. അതായത് 1 2. റൈറ്റ് ലെഗ് നമ്മൾ നിലത്ത് കുത്താണ്ട് പൊന്തിച്ച് പിടിക്കുക, അത്രേ ഉള്ളൂ. സോ 1 2. അപ്പൊ അല പോലലയാം. അത് കഴിഞ്ഞിട്ട് ഈ റൈറ്റ് ലെഗിനെ ഇവിടേക്ക് കൊണ്ടുവരാം, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് ലെഗ് ബാക്കോട്ടേക്ക് കൊണ്ടുവരാം, റൈറ്റ് ലെഗ് തിരിച്ചു കൊണ്ടുവരാം, ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ കൊണ്ടുവരാം. അത് നമ്മൾ ഇങ്ങനെ ഇരിക്കും. അതേപോലെ കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് വിൽ ബി ഓൺ എയർ ആയിരിക്കും. എയറിൽ നിന്നിട്ട് 1 2 3 4. നോടി 1 2 3 4. അപ്പോൾ അതിനൊപ്പം ഹാൻഡ്സ് വിൽ ബി ലൈക്ക് ദിസ് 2 3 4. ജസ്റ്റ് ഒരു വേവ്, റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെ ചെയ്യുന്ന വെച്ചാൽ അല പോലെ, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, ലൈക്ക് ജസ്റ്റ് റൊട്ടേഷൻ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് മെയിൻ ആയിട്ട് ഇത്രയാണ് സ്റ്റെപ്സ് മെയിൻലി. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റെപ്സ്. സോ ഫസ്റ്റ് ഫ്രം ദ ബിഗിനിങ് പതുക്കെ നമുക്ക് നോക്കാം, പാട്ട് പാടി നോക്കാം. സോ ലെറ്റ്സ് ഗോ. 1 2 3 4. ജാലകാരി
സോ ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും ഇതിലിപ്പോൾ ട്യൂട്ടോറിയൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഒക്കെ ഇറക്കണം. സോ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. സോ ഹാപ്പി ലേണിംഗ് ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.